ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു നാഷണൽ അക്കാദമി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് NAS സെക്കൻഡറിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സയൻസ് ആൻഡ് ടെക്നോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ് എന്നുള്ള ചാപ്റ്ററിനെ കുറിച്ചാണ്. അപ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമുക്ക് ചുറ്റുവട്ടത്തുമുള്ള മാറ്ററിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. മാറ്റർ അഥവാ പദാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് നമ്മൾ ആദ്യമുള്ള ചോദ്യം. അപ്പം നമ്മളോട് എന്താണ് പദാർത്ഥം എന്ന് ചോദിച്ചാൽ, മാറ്റർ എന്താണ് എന്ന് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. അതായത് നമ്മൾ പറയേണ്ട ആൻസർ എന്ന് പറഞ്ഞാൽ എനിത്തിങ് ദാറ്റ് ഒക്കുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ് എന്നാണ്. അതായത് ഏതൊരു വസ്തുവായിക്കോട്ടെ, ഏതൊരു വസ്തുവിനെയും നമ്മൾ മാറ്റർ എന്ന് വിളിക്കുന്നു. പക്ഷെ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. ആ പറയുന്ന വസ്തുവിന് എനി ഒബ്ജക്റ്റ് അത് നമ്മൾ മാറ്റർ എന്ന് വിളിക്കുമ്പോൾ അതിനെന്തുണ്ടായിരിക്കണം? മാസ് ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ കണ്ടീഷൻ അതാണ്. ആ ഒരു വസ്തുവിന് മാസ് ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല, ദാറ്റ് ഒക്കുപ്പൈസ് സ്പേസ്, അതായത് അത് നിലനിൽക്കാൻ സ്ഥലം ആവശ്യമാണ്. അപ്പോൾ മാസ് ഉള്ളതും നിലനിൽക്കാൻ സ്ഥലം ആവശ്യമായതുമായ എല്ലാത്തിനെയും നമ്മൾ എന്ത് വിളിക്കുന്നു? മാറ്റർ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ മാറ്ററുകൾ കൊണ്ടാണ് നമുക്ക് ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിട്ടുള്ളത്. ഏത് വസ്തുവായിക്കോട്ടെ, നമ്മുടെ ശരീരം നിർമ്മിച്ചിട്ടുള്ളതായിരിക്കോട്ടെ, നമ്മുടെ ഷർട്ട്, അല്ലെങ്കിൽ ഏത് വസ്തു ആയിരിക്കോട്ടെ, ഈ പറയുന്ന ഗ്ലാസ് ഏതുമായിക്കോട്ടെ, ഇതെല്ലാം നിർമ്മിച്ചിട്ടുള്ളത് മാറ്റർ കൊണ്ടാണ്. അപ്പോൾ നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള വസ്തുക്കൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് നിർമ്മിക്കാനും വ്യത്യസ്ത തരത്തിലുള്ള മാറ്റർ ഉപയോഗിച്ചിരിക്കില്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ഇവിടെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്നുള്ള ഭാഗം കൂടിയാണ് പറയുന്നത്. ഈ പദാർത്ഥങ്ങളുടെ സ്വഭാവം എന്താണ്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ നേച്ചർ എന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ ഈ പറയുന്ന മാറ്റർ എന്നുള്ളത് സാധാരണഗതിയിൽ നമ്മൾ മൂന്നായിട്ട് തരംതിരിക്കാറുണ്ട്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അതായത് ഖരം, ദ്രാവകം, വാതകം എന്നുള്ള മൂന്ന് തരത്തിലായിട്ട് നമ്മൾ തരംതിരിക്കാറുണ്ട്. ഇനി ഇതിൽ ഓരോന്നിനെയും എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഖരം എന്ന് പറയുന്ന വസ്തു, അതുപോലെ ദ്രാവകം എന്ന് പറയുന്ന മാറ്റർ, അതുപോലെ വാതകം, ഇത് മൂന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് എന്ന് നമുക്കറിയാം. ഇത് മൂന്നും ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കൾ എന്ന് പറയുന്നതും വ്യത്യസ്തമാണ് എന്ന് നമുക്കറിയാം. നോക്കൂ, ഈ പറയുന്ന വസ്തുക്കൾ എല്ലാം വേർതിരിക്കുന്നത് അവ തമ്മിലുള്ള, അല്ലെങ്കിൽ ഈ വസ്തുക്കളിലെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അവ തമ്മിലുള്ള ആകർഷണ ബലത്തിലുള്ള ഏറ്റക്കുറച്ചിലാണ് ഈ പറയുന്ന വസ്തുക്കളുടെ സ്വഭാവത്തിലെ വ്യത്യാസത്തിന് കാരണം. അപ്പൊ നോക്കൂ, നമ്മളൊരു ഖരത്തെ അല്ലെങ്കിൽ ഒരു സോളിഡിനെ കുറിച്ച് പറയാണ്. അതിലുള്ള പാർട്ടികളുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഒരു സോളിഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ സോളിഡ് കൊണ്ട് നിർമ്മിച്ച ഏതൊരു വസ്തുക്കളും വളരെ ഹാർഡായിട്ടിരിക്കുന്നു. എന്നാൽ ലിക്വിഡ് എന്ന് പറയുന്നത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവ നമുക്ക് ഏത് രൂപത്തിലും മാറ്റാനായിട്ട് സാധിക്കും. അവ നമുക്ക് റിജിഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഏത് രൂപത്തിലേക്കും നമുക്കതിനെ മാറ്റാനായിട്ട് സാധിക്കും. ഇനി നോക്കൂ, ഗ്യാസ് എന്ന് പറയുന്നതോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കുറവുള്ള ഒരു വസ്തുവാണ്. ഈ പറയുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അങ്ങനെയുള്ള ഒരു മാറ്റർ ആയതുകൊണ്ട് തന്നെ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കുറവായതുകൊണ്ട് തന്നെ അതിന് ഈ പറയുന്ന അട്രാക്ഷൻ ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ഏത് നിലയിലേക്കും എവിടേക്കും പോകാനുള്ള ഒരു അവസ്ഥ കൂടിയാണ് ഈ പറയുന്ന ഗ്യാസ് എന്നുള്ള മാറ്ററിൽ വരുന്നത്. നോക്കൂ, ഇത് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വസ്തുക്കളും ഇങ്ങനെ തന്നെയാണ്. റിജിഡ് ആയിട്ടുള്ളത് കൊണ്ട്, അതുപോലെ തന്നെ ലിക്വിഡ് സ്വഭാവത്തിലുള്ളതുകൊണ്ട്, ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ളത് കൊണ്ട്. ഇനി നമ്മൾ ചോദിക്കാറുള്ള, അല്ലെങ്കിൽ നമ്മൾ ലൈഫിൽ നമ്മൾ ചെയ്യാറുള്ള മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഒരു ഐസ് ക്യൂബ് എടുക്കുക. ഈ ഐസ് ക്യൂബ് എന്നുള്ളത് ഒരു സോളിഡ് സ്വഭാവത്തിലുള്ളതാണ്, അത് നമുക്കറിയാം. എന്നാൽ ആ ഐസ് ക്യൂബ് കുറച്ചു കഴിഞ്ഞാൽ നമ്മൾ പുറത്തു വെച്ചാൽ എന്തായിട്ട് മാറും? ലിക്വിഡ് ആയിട്ട് മാറും. ഇത് കുറെ കൂടി നമ്മൾ വെയിലത്ത് വെക്കുകയാണെങ്കിൽ എന്തായിട്ട് മാറും? അത് ഗ്യാസ് ആയിട്ട് മാറും, വേപ്പർ ആയിട്ട്, പിന്നെ ഗ്യാസ് ആയിട്ട് മാറുന്നു. അപ്പൊ നോക്കൂ, ഒരേ വസ്തു തന്നെ മൂന്ന് തരത്തിലുള്ള സ്വഭാവം കാണിക്കുന്നു, അല്ലെങ്കിൽ സ്വഭാവത്തിലേക്ക് മാറുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. നോക്കൂ, ഒരു സോളിഡിനെ ലിക്വിഡ് ആക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിനെ മെൽറ്റ് ചെയ്താൽ മതി. നമ്മൾ ചൂടാക്കി അതിനെ മെൽറ്റ് ചെയ്താൽ നമുക്കത് ലിക്വിഡ് ആയിട്ട് കിട്ടും. അപ്പോൾ നോക്കൂ, ഏതൊരു വസ്തുവിനായിക്കോട്ടെ, അത് ഈ സ്റ്റീൽ ആയിക്കോട്ടെ, മറ്റ് അയൺ ആയിക്കോട്ടെ, ഏതൊരു വസ്തുവിനെയും നമുക്ക് അതിനാവശ്യമായ ഹീറ്റ് കൊടുത്താൽ അതിനെ മെൽറ്റ് ചെയ്യാൻ സാധിക്കും, ലിക്വിഡ് ഫോമിലേക്ക് ആക്കാം. ഇനി ഈ ലിക്വിഡ് ഫോം, ഇതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഐസ് ക്യൂബ് തന്നെയാണ്.
അതിനെ ഒന്ന് ചൂടാക്കിയാൽ അത് നമുക്ക് ലിക്വിഡ് ആയിട്ട് വരുന്നു. ഇനി ഇതിനെ വീണ്ടും ചൂടാക്കിയാലോ, ഈ ലിക്വിഡ് ആയിട്ടുള്ളതിനെ നമ്മൾ വീണ്ടും ചൂടാക്കിയാൽ അത് വേപ്പറായിട്ട് ഗ്യാസസ് സ്റ്റേറ്റിലേക്ക് മാറുന്നു. ഇനി എങ്ങനെയാണ് ഇതിനെ തിരിച്ചു കൊണ്ടുവരിക എന്ന് ആണ് നമ്മൾ ആലോചിക്കുന്നത്. അതായത് ഈ പറയുന്ന വെള്ളം, ഒരു ലിക്വിഡ്, അതിനെ എങ്ങനെയാണ് നമ്മൾ സാധാരണ ഐസാക്കാറുള്ളത്? നമ്മൾ സാധാരണ ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കുന്നു. അതായത് അതിനെ തണുപ്പിക്കുമ്പോൾ അത് മുൻപ് ഉണ്ടായിരുന്ന അതിൻ്റെ സ്റ്റേറ്റിലേക്ക് മാറിപ്പോകുന്നു. അപ്പോൾ ഒരു ലിക്വിഡ് ആണെങ്കിൽ അതിനെ നമ്മൾ ഒന്നുകൂടി തണുപ്പിക്കുകയാണെങ്കിൽ അത് സോളിഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ ഗ്യാസസ് ഫോമിലുള്ളതിനെ നമ്മൾ ഒന്നുകൂടി തണുക്കുകയാണെങ്കിൽ ഏത് രൂപത്തിലേക്ക് വരുന്നു? നമ്മുടെ ലിക്വിഡ് രൂപത്തിലേക്ക് വരുന്നു. ഇങ്ങനെ ഈ മാറ്ററുകൾ പരസ്പരം പ്രത്യേക സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യുന്നു? ഇന്റർചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരിക്കില്ലേ? ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഒരു ക്ലാസ് ആയിട്ട് നമ്മുടെ വീഡിയോയിൽ നമ്മൾ എവിടെ ആഡ് ചെയ്തിരിക്കുന്നു? നമ്മുടെ നാഷണൽ അക്കാദമിയുടെ ആപ്പിൽ നമ്മൾ വീഡിയോ ആയിട്ട് ആഡ് ചെയ്തിരിക്കും. അപ്പോൾ ഈ ക്ലാസ്സുകൾ കിട്ടാനും അതുപോലെ നമ്മുടെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി നാഷണൽ അക്കാദമിയിൽ ഉടൻ ജോയിൻ ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.